സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24-ാം തീയതിയാണ്. 1950 ജനുവരി 24-നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശമാണ് ഇന്ദിരാകോൾ. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതായിട്ടുള്ള സംസ്ഥാനമാണ് കർണാടക. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് പീറ്റ് മണ്ണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9-നാണ്. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9-ആണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് മാസം 9-നാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് അറിയാവുന്നവരെ കമന്റ് ചെയ്യുക. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഏത് നദിക്കാണ്? പെരിയാർ നദിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? സൂര്യകിരണം ഭൂമിയിലെത്താനായിട്ട് എടുക്കുന്നത് 8 മിനിറ്റും 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ് സൂര്യകിരണം ഭൂമിയിലെത്താനായിട്ട് എടുക്കുന്ന സമയം. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സാലിം അലിയാണ്.
സലീം അലിയാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാരാണ്? IM വിജയൻ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം. ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ. ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏതാണ്? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. ജീവകം K. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലിയാണ്. ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ആസാമിലെ മാജുലി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നീലഗിരി താർ ആണ്. നീലഗിരി താർ എന്ന വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഇന്ത്യയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു ആണ്. സിന്ധു നദിയാണ് ഇന്ത്യയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. കരിമഴ പെയ്യുന്ന ഗ്രഹം ഏതാണ്? കരിമഴ പെയ്യുന്ന ഗ്രഹം ശനിയാണ്. ശനിയിലാണ് കരിമഴ പെയ്യുന്നത്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ നളന്ദ കാന്തള്ളൂർ ശാലയാണ്. കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത്. കാന്തള്ളൂർ ശാല. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് C. രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് C. രാജഗോപാലാചാരിയോടൊപ്പം. ആരോടൊപ്പമാണ്? C. രാജഗോപാലാചാരിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. സ്വാമി ആനന്ദ തീർത്ഥൻ. പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയമാണ്. കാലിയം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് ഏത് വർഷമാണ്? 1968. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനാണ് മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പൊയ്കയിൽ യോഹന്നാൻ. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. മൂക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ ആരാണ്? മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ കുമാരനാശാനാണ്. കുമാരനാശാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവഭവന്തു സുഖിനോ എന്നത്. എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. സർവഭവന്തു സുഖിനോ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡിറ്റെല്ല പെർട്ടുസിസ് ആണ്. ബോർഡിറ്റെല്ല പെർട്ടുസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു. ബോർഡിറ്റെല്ല പെർട്ടുസിസ്. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ.
കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ലെപ്രെ. തിരുവിതാംകൂറിലെ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ആധുനിക സെൻസസ് നടന്ന വർഷം 1875 ആണ്. 1875. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസാണ്. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ആരാണ്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസും, കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് ഡി ശ്രീദേവിയുമാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യർ ആണ്. ശങ്കര സുബ്ബയ്യർ. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന നദിയിലാണ്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ഏതാണ്? ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല. സസ്യത്തിന്റെ പേര് ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2013. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടതാരാണ്? ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. ബെൻ കിങ്സ്ലി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ്. തെർമോലൂമിനസെന്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ്. ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഏതാണ്? ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം. ആദ്യത്തെ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഏതാണ്? ഒറ്റപ്പാലം. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് അവാർഡാണ്. ട്യൂറിംഗ് അവാർഡാണ് കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് DK പട്ടമ്മാൾ. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് DK പട്ടമ്മാൾ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്ന് അറിയപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തിയാണ്. ഗുരുദത്ത് സോന്തിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഗുരുദത്ത് സോന്തി. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്?
ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. നടരാജഗുരു. ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. സോജില ചുരമാണ് ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാണ് AR റഹ്മാൻ. AR റഹ്മാൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ്. ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ സ്ഥാപകൻ. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ പാസ്പോർട്ടിലെ ഡിജിറ്റുകളുടെ എണ്ണം 8. ഇന്ത്യൻ പാസ്പോർട്ടിലെ ഡിജിറ്റുകളുടെ എണ്ണം 8. പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10 ആണ്. പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. ഡിബ്രൂ സൈഖോവ ബയോസ്ഫിയർ ഏത് സംസ്ഥാനത്താണ്? ഡിബ്രൂ സൈഖോവ ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ഡിബ്രൂ സൈഖോവ ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് ആസാം. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്ന വർഷം 1934 ആരുടെ നേതൃത്വത്തിലാണ്? VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്ന വർഷം 1934. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗമാണ് റോട്ടർ. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനം. വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ലാഹ ഗോപാലന്റെയും സലീന പ്രക്കാനത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരം ഏതാണ്? ലാഹ ഗോപാലന്റെയും സലീന പ്രക്കാനത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന 5000-ഓളം പേർ പങ്കെടുത്ത സമരമാണ് ചേങ്ങറ ഭൂസമരം. ചേങ്ങറ ഭൂസമരം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതാണ്? ഫാരഡ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യയെ വിശേഷിപ്പിക്കാനായിട്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. 1926 ഏത് മാസികയിലാണ് EMSന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? 1926 ഏത് മാസികയിലാണ് EMSന്റെ ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചത്? പാശുപതം എന്ന മാസികയിലാണ്. പാശുപതം എന്ന മാസികയിലാണ്. ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നാനാവതി കമ്മീഷനാണ്. നാനാവതി കമ്മീഷൻ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയെയാണ്? ജലദോഷം ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെയാണ്. ശ്വസന വ്യവസ്ഥ. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? ശ്രീരംഗപട്ടണം കാവേരി നദിയുടെ തീരത്താണ്. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദ്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഫുൾമിനോളജി. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഫുൾമിനോളജി. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി രാത്രിമഴ. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത്. കോശമസ്തിഷ്കം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം എന്ന് അറിയപ്പെടുന്നത്.
റഡാറിന്റെ പൂർണ്ണരൂപം. റഡാറിന്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ് റഡാറിന്റെ പൂർണ്ണരൂപം. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. മെയ് 31. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 200 രൂപ നോട്ടിൽ മുദ്രണം ചെയ്തിരിക്കുന്ന സാഞ്ചി സ്തൂപം ഏതു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 200 രൂപ നോട്ടിൽ മുദ്രണം ചെയ്തിരിക്കുന്ന സാഞ്ചി സ്തൂപം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധമതം. ആരുടെ രചനയാണ് പ്രിസൺ ഡയറി? പ്രിസൺ ഡയറി എന്നത് ജയപ്രകാശ് നാരായണന്റെ രചനയാണ്. ജയപ്രകാശ് നാരായൺ. തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ക്രമരഹിത ചലനമാണ്. ക്രമരഹിത ചലനം. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ സ്പെൻസർ ഉള്ളൂരാണ്. മലയാളത്തിലെ സ്പെൻസർ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1986 ഓഗസ്റ്റിലാണ്. 1986 ഓഗസ്റ്റ്. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹാരോൾഡ് വിൽസൺ. ഹാരോൾഡ് വിൽസൺ. ആദ്യ സിനിമയിലെ അഭിനയത്തിനു തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടി. ആദ്യ സിനിമയിലെ അഭിനയത്തിനു തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടിയാണ് മോനിഷ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡ് ആണ്. രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്നത് കോരപ്പുഴയാണ്. കോരപ്പുഴ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വാമനപുരം നദി. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു? ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം 360 കിലോഗ്രാം ആയിരുന്നു. 360 കിലോഗ്രാം. നിയോറ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? നിയോറ വാലി ദേശീയോദ്യാനം പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോത്തുരുത്താണ്. മൺട്രോത്തുരുത്ത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോത്തുരുത്ത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ്? ലൈഫ് ആഫ്റ്റർ ഡെത്ത് VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ. അവസാനത്തെ ചോദ്യം, വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ്. പ്രസിദ്ധീകരണത്തിന്റെ പേര് വിവേകവർദ്ധിനി. ആരംഭിച്ചത് വീരേശലിംഗം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.